എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളുടെ ആദ്യത്തെ പാഠം മാതൃഭൂമി എന്ന കവിത എല്ലാവർക്കും നന്നായി മനസ്സിലായല്ലോ. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠം തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാഠമാണ്. അതൊരു കത്താണ്. ദില്ലിയിലെ അവസാനത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷാ സഫർ അദ്ദേഹത്തിൻ്റെ മകൾക്ക് അയച്ച കത്താണ് ഈ പാഠഭാഗം. പാഠത്തിലേക്ക് കടക്കും മുമ്പ് ബഹദൂർ ഷാ സഫർ ആരായിരുന്നു, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ബഹദൂർ ഷാ സഫർ ദില്ലിയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു. 1857 നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. ഇംഗ്ലീഷുകാർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി. മഗർ എന്നു പേരുള്ള യുദ്ധക്കപ്പലിൽ അദ്ദേഹത്തെ റംഗൂണിലേക്ക് നാടുകടത്തി. അവിടെ അദ്ദേഹത്തിന് ശക്തമായ കാവൽ ഏർപ്പെടുത്തി. ആരെയും കാണാനോ മിണ്ടാനോ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ശക്തമായ തടങ്കലിലായിരുന്നിട്ട് പോലും അദ്ദേഹം കത്തുകൾ എഴുതി ദില്ലിയിലേക്ക് അയച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളായിരുന്നു കുൽസും ജമാനി ബീഗം. ആ മകൾ ദില്ലിയിൽ ഇംഗ്ലീഷുകാരുടെ തടവിലായിരുന്നു. ആ മകൾ എങ്ങനെയോ ഒരു കത്ത് റംഗൂണിൽ തടങ്കലിൽ കഴിയുന്ന പിതാവിന് അയച്ചിരുന്നു. അതിന് മറുപടിയായി ആ പിതാവ് എഴുതിയ കത്താണ് നമ്മളുടെ പാഠഭാഗം. ഈ കത്തിൽ കുടുംബത്തിനോടും മകളോടുമുള്ള ആ ചക്രവർത്തിയുടെ സ്നേഹം, ദില്ലിയിലെ ജനങ്ങളോടുള്ള സ്നേഹം, അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ എന്നിവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. തടവിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കത്തിൽ ധൈര്യവും രാജ്യസ്നേഹവും മുഴങ്ങിയിരുന്നു. 1860 മെയ് 18 ഈ കത്ത് എഴുതിയത്. 2 വർഷങ്ങൾക്ക് ശേഷം 1862 ഡിസംബർ 17 തടവിൽ കിടന്നു തന്നെ അദ്ദേഹം അന്തരിച്ചു. റംഗൂണിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. ഇതൊരു ഇൻഫോർമൽ ലെറ്റർ മാതൃകയിലാണ് നമ്മളുടെ പാഠഭാഗം. അതായത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയക്കുന്ന കത്ത്. ഇവിടെ പിതാവിനാണ് കത്ത് അയക്കുന്നത് എങ്കിൽ പൂജ്യ പിതാജി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഫ്രണ്ടിനാണ് കത്തെഴുതുന്നത് എങ്കിൽ പ്രിയ സോനു, ഫ്രണ്ടിൻ്റെ പേര് എന്താണെന്ന് വെച്ച് എഴുതുക. അവസാനം തുമാര മിത്ര എന്ന് പറഞ്ഞ് കത്ത് അവസാനിപ്പിക്കാം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. പാഠത്തിൻ്റെ പേര് ബേട്ടി കെ നാം, മകളുടെ പേർക്ക്. ഇവിടെ അച്ഛൻ മകൾക്ക് എഴുതുന്ന കത്തായതുകൊണ്ട് ലെറ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പ്യാരി ബിഡിയ, പ്രിയപ്പെട്ട മകളെ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഇനി ബാക്കിയുള്ള പോർഷൻ ഞാൻ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു തരാം. തുമ്നെ അപ്നെ കൈദി ബാപ് കോ ഖത്ത് ഭേജ. കൈദി എന്ന് പറഞ്ഞാൽ ബന്ധനസ്ഥനായ. ഖത്ത് ക്യാ ഭേജ മേരി ജാൻ. ആസുനാമ ഥ. ആസുനാമ എന്ന് പറഞ്ഞാൽ വേദനാജനകം ആയിരുന്നു. ഇനി അർത്ഥം നോക്കിയേ. തുമ്നെ അപ്നെ കൈദി ബാപ് കോ ഖത്ത് ഭേജ. നീ തടവിൽ കഴിയുന്ന സ്വന്തം പിതാവിന് കത്തയച്ചു. അത് കത്തായിരുന്നോ എൻ്റെ പ്രിയപ്പെട്ടവളെ? വളരെ വേദനാജനകമായിരുന്നു. ബേട്ടേനെ പടുക്കർ സുനായ. മകൻ ഇത് വായിച്ചു കേൾപ്പിച്ചു. സുനായ എന്ന് പറഞ്ഞാൽ കേൾപ്പിച്ചു എന്നാണ്. ഏക് ദഫ സുന. ദഫ മീൻസ് ഒരു തവണ. ഒരു തവണ കേട്ടു. ജി ന ഭര. എൻ്റെ മനസ്സ് നിറഞ്ഞില്ല. ഭിർ കഹ. വീണ്ടും പറഞ്ഞു. ബേട്ട ഫിർ സുനാന. മോനെ ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കുമോ? ഫിർ സുന. പിന്നെയും കേട്ടു. വഹ്ബി രോയ. അവനും കരഞ്ഞു. മേരി ആംഖേം ബി. ആംഖേം കണ്ണുകൾ എന്നാണ്. ആംഖേം ബി ആസുവസെ ഭീഗ് ഗയി. എൻ്റെ കണ്ണുകളും കണ്ണീരിൽ കുതിർന്നു. കഹ. ബാബ. മോനെ ഏക് ദഫ ഫിർ പഠോ. മോനെ ഒന്നുകൂടി വായിക്കൂ. लिखवाऊं बेटी की मुझ पर तुम्हारे खत का क्या असर हुआ. लिखवाऊं എന്ന് പറഞ്ഞാൽ എഴുതും. അസർ എന്നാൽ സ്വാധീനം. ക്യാ ലിഖ്വാവും ബേട്ടി കി മുझ पर तुम्हारे खत का क्या असर हुआ. മകളുടെ കത്ത് എന്നിൽ ചെലുത്തിയ പ്രഭാവം എന്തെന്ന് ഞാൻ എങ്ങനെ എഴുതി അറിയിക്കും. 3 ദഫ. ദഫ മീൻസ് 3 times. 3 വട്ടം സുനിനെ കെ ബാദ് ബി. ആ കത്ത് വായിച്ചു കേട്ടതിന് ശേഷവും ദിൽ കോ കരാർ നഹിം ആയ. കരാർ സമാധാനം.
3 പ്രാവശ്യം കേട്ടിട്ടും എൻ്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടിയില്ല. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഈ അച്ഛൻ, അതായത് ബഹദൂർ ഷാ സഫർ, റങ്കൂണിൽ തടവിൽ കഴിഞ്ഞുകൊണ്ട് ദില്ലിയിലുള്ള മകൾക്ക് എഴുതുകയാണ്. സച്ച് കഹത്തി ഹോ, നീ പറഞ്ഞത് എത്രയോ സത്യമുള്ള കാര്യമാണ്. ദില്ലി വാലെ മുജുകോ രോത്തെ ഹോങ്കെ, ദില്ലിയിലുള്ളവരെല്ലാം എന്നെ ഓർത്ത് കരയുന്നുണ്ടാവും. വേ ക്യാ യേ നഹീം ജാൻതേക്ക് മേം ഭി ഉൻകോ രോത്താ ഹൂം, അവരറിയുന്നില്ലേ ഞാനും അവരെ ഓർത്ത് കരയുകയാണ്. മേം തോ ജിന്ദ ബൈഠാ ഹൂം, ഞാൻ ജീവനോടെ ഇരിക്കുന്നു. ജിന്ദ അലൈവ്, ജീവനോടെ. വേ തോ ബിന ആയി മൗത് മർ ഗയേ, മൗത് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്. ബിന എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് മീനിങ് ആണ്, ഇല്ല എന്നാണ് അർത്ഥം. വേദോ ബിന ആയി മൗത് മർഗയെ എന്ന് പറഞ്ഞാൽ മരിക്കാതെ തന്നെ മരിച്ചതിന് തുല്യമാണ്. ദില്ലിയിലുള്ളവരെല്ലാം മരിക്കാതെ തന്നെ മരിച്ചതിന് തുല്യമായിട്ട് ജീവിക്കുന്നു. കിത്തനോങ്കെ ബാപ്പ്, എത്രയോ പേരുടെ പിതാക്കന്മാർ. കിത്തനോങ്കെ ബേട്ടെ, എത്രയോ പേരുടെ മക്കൾ. കിത്തനോങ്കെ ഭായി, എത്രയോ ആൾക്കാരുടെ സഹോദരങ്ങൾ. ഫാസിയോം പർ ചടുകയെ, ഫാസി എന്ന് പറഞ്ഞാൽ തൂക്കുകയർ. എത്രയോ പേരുടെ സഹോദരങ്ങൾ തൂക്കിലേറ്റപ്പെട്ടു. കിത്തനെ ബച്ചെ യത്തീം ഹോഗയെ, യത്തീം അനാഥർ. എത്രയോ കുട്ടികൾ അനാഥരായി. കിത്തനി ഔരത്തേം, ഔരത്തേം സ്ത്രീകൾ. ബേവ ഹോഗയെ, ബേവ എന്ന് പറഞ്ഞാൽ വിധവകൾ. എത്രയോ സ്ത്രീകൾ വിധവകളായി. ഘർ ലൂട്ടുകയെ നെഹീം, ലൂട്ടുകയെ കൊള്ളയടിക്കുക. വീട് കൊള്ളയടിക്കുക മാത്രമല്ല, ബൽക്കി ഖോദ് ഡാലേഗയെ, വീട് പൊളിച്ചു കളഞ്ഞു. അവർ ഉൻപർ ഹൽ ചൽവാദിയെ, ഹൽ ചൽവാദിയ എന്ന് പറഞ്ഞാൽ ഉഴുതുമറിക്കുക. വീട് നിന്ന സ്ഥലം ഉഴുതുമറിക്കുക കൂടി ചെയ്തു. ജബ് മേര മുക്തമ ചൽ രഹാത, മുക്തമ കേസ്, ദില്ലിയിൽ എൻ്റെ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ, ഉസി ജമാനേമേം, ആ പീരീഡിൽ തബാഹി ഓർ ബർബാദി കെ കിസ്സെ സുനേതേ. തബാഹി എന്ന് പറഞ്ഞാൽ നാശം, ബർബാദി തകർച്ച, കിസ്സ എന്ന് പറഞ്ഞാൽ കഥകൾ. ദില്ലിയിൽ എൻ്റെ കേസ് നടന്നുകൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ വിനാശത്തിൻ്റെയും തകർച്ചയുടെയും കഥകൾ കേട്ടിരുന്നു. മേരെ യഹാം ആ ജാനേ കെ ബാദ്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം, അതായത് ഞാൻ റങ്കൂണിൽ എത്തിപ്പെട്ടതിന് ശേഷം, പതാനഹീം ഓർ ക്യാ ക്യാ പരേശാനിയാം, പരേശാനിയാം ബുദ്ധിമുട്ട്, ഞാൻ റങ്കൂണിൽ വന്നതിന് ശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ. ഷഹർവാലോം പർ പടി ഹോങ്കി, ദില്ലിവാസികൾക്ക്, ദില്ലി പട്ടണവാസികളുടെ മേൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവർക്ക് വന്നുപെട്ടു എന്നെനിക്ക് അറിയില്ല. ആപ് ഹസെ യാ രോയെ, ഹസുന ചിരിക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രോന, കരയുക. കോയി ഫായദ നഹി, ഫായദ പ്രയോജനം. ഇനിയിപ്പോൾ ചിരിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒന്നും യാതൊരു പ്രയോജനവുമില്ല. ഹം സബ്, ഞങ്ങളെല്ലാവരെയും കാലേ പാനി മേംഹെ, നാടുകടത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പിനെ വതൻ, വതൻ എന്ന് പറഞ്ഞാൽ ജന്മദേശം, ജന്മദേശമായ ദില്ലീസെ, ദില്ലിയിൽ നിന്നും സൈക്കഡോം കോസ് ദൂർ, ആയിരക്കണക്കിന് മൈലുകൾക്കിപ്പുറം. ഘർ സെ ജുദ, വീട്ടിൽ നിന്നും മാറി അല്ലെങ്കിൽ വീട്ടിൽ നിന്നും വേർപെട്ട്. ഔർ ഐസെ ജുദാക്കി, ഇത് ഇങ്ങനെയുള്ള ഒരു വേർപിരിയലാണ്. അബ് ജീത്തെ ജി, ജീവനോടെ ഇരിക്കെ. കിസീസെ മിൽനേക്ക് ആസ് നഹി ഹെ, ആസ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ എന്നാണ്. ജീവനോടെ ഇരിക്കെ ഇനി ആരെയും കാണാം എന്നുള്ള പ്രതീക്ഷ ഇനി ഇല്ല. മുझे याद आया जब तुम्हारी शादी हुई थी और गालिब और जौक ने तुम्हारी भारत की अगवानी के सेहरे लिखे थे. ഇവിടെ ഗാലിബ് ജൗക്ക് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും മുഗൾ ദർബാറിലെ ഉറുദു കവികളായിരുന്നു. ബാരാത്ത് എന്നാൽ വിവാഹ പാർട്ടി എന്നാണ് അർത്ഥം. അഗ്വാനി എന്ന് പറഞ്ഞാൽ വരൻ്റെ ആൾക്കാരെത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുക. സേഹര എന്ന് പറഞ്ഞാൽ സോങ് എന്നാണ്. ഇനി ഇതിൻ്റെ അർത്ഥം പറയാം. നിന്റെ വിവാഹം നടന്നതും ഗാലിബും ജൗക്കും വരൻ്റെ ആൾക്കാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പാട്ട് എഴുതിയതും എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. അബ് യഹാം ന വഹ് ലാൽ കില ഹെ, റെഡ് ഫോർട്ട്, ലാൽ കില റെഡ് ഫോർട്ട്. ഇവിടെ ഇപ്പോൾ റെഡ് ഫോർട്ടില്ല. അവർന പഹരേദാർ, പഹരേദാർ കാവൽക്കാർ, എനിക്ക് കാവൽക്കാരും ആരുമില്ല ഇവിടെ. ബസ് ലക്കടി കാ, ലക്കടി തടി കൊണ്ടുള്ള ഏക് പുരാനാസ മക്കാൻ ഹെ, ഒരു പുരാന പഴയ, മക്കാൻ കെട്ടിടം, തടി കൊണ്ടുള്ള ഒരു പഴയ കെട്ടിടമാണ്. ജോ ബർസാത്ത് മേൽ ടപക് താഹെ, ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴ, ടപക്കിനെ ചോർന്നൊലിക്കുക, മഴയത്ത് ചോർന്നൊലിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് ഞാനിപ്പോൾ.
और जिसमें 2-4 कमरों के सिवाय ज़्यादा गुंजाइश नहीं है. ഈ തടി കൊണ്ടുള്ള ഈ പഴയ കെട്ടിടത്തിൽ 2-4 കമര റൂം 2-4 റൂമിൽ കൂടുതൽ ഗുഞ്ചായിഷ് നഹി ഹെ, അതിൽ കൂടുതൽ റൂം വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ഏക് ദഫാ കി ബാത്ത് ഹെ, ഒരിക്കൽ നടന്ന സംഭവമാണ്. ഈദായിരുന്നു. ഉസ് മൗക്കെ പർ, മൗക്ക അവസരം, ഈദിൻ്റെ അവസരത്തിൽ ചന്ദ് മുസൽമാൻ, ചന്ദ് മീൻസ് കുറച്ച് മുസൽമാൻ മേരെ ലിയെ കുച്ച് തോഹെ ലേക്കർ ആയേ, തോഹെ സമ്മാനങ്ങൾ, അതായത് ഈദിൻ്റെ ദിവസം കുറച്ച് മുസൽമാൻ എനിക്ക് സമ്മാനങ്ങളുമായിട്ട് വന്നിരുന്നു. മേനെ ഉൻസെ കഹ, ഞാൻ അവരോട് പറഞ്ഞു, ഭായി സഹോദര, യേ തോഹെ മേ നഹി ലേ സക്ത, ഈ സമ്മാനം എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഉനോനെ ജബ് ബഹുത്ത് കഹാത്തോ കുച്ച് തോഹെ ലേലിയേ, അവർ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അതിൽ ചില സമ്മാനങ്ങൾ മാത്രം ഞാൻ എടുത്തു. ഉസ്കെ ഏവജ്മേ, ഏവജം എന്ന് പറഞ്ഞാൽ പകരം എന്നാണ്. അപ്പോൾ ആ സമ്മാനങ്ങൾക്ക് പകരമായിട്ട് മേനെ മല്ലികാക്ക ഏക് ഹാർ ഉൻകോ ദേദിയ, മല്ലിക രാജ്ഞിയുടെ ഒരു മാല അവർക്ക് തിരിച്ചു കൊടുത്തു, പകരമായിട്ട് കൊടുത്തു. ദൂസരേ ദിൻ ഹുക്മ ആയ, അടുത്ത ദിവസം ഉത്തരവിറങ്ങി. ഹുക്മ എന്ന് പറഞ്ഞാൽ ഓർഡർ അല്ലെങ്കിൽ ഉത്തരവിറങ്ങി. ഇൻ മുഗളോं के पास ജവാഹരാത്ത് ബഹുത്ത് സ്യാദാ ഹെ, ജവാഹരാത്ത് എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ. ഈ മുഗളന്മാരുടെ പക്കൽ രത്നങ്ങൾ ഒരുപാടുണ്ട്. इन कैदियों को दिए जाने वाला खर्चा इनकी ज़रूरत से ज़्यादा है. ഖർച്ച എന്ന് പറഞ്ഞാൽ ചെലവ്, ജരൂരത്ത് ആവശ്യം, സ്യാദ കൂടുതൽ. അതായത് ഇംഗ്ലീഷുകാർക്ക് തോന്നി ഈ തടവുകാർക്ക് നൽകുന്ന ചെലവ് കാശ് അവരുടെ ആവശ്യത്തിലും അധികമാണ്. ബിർ പഹി ഹുവ ജിസ്ക ഡർ ഥ, പിന്നീട് ആശങ്കപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ഹമാര ഖർച്ച ആധാ കർ ദിയ ഗയ, ആധ എന്ന് പറഞ്ഞാൽ നേരെ പകുതി, ഞങ്ങളുടെ ചെലവ് കാശ് പകുതിയാക്കി കുറച്ചു. ക്യാ ഖബർ കി യഹ് കത്ത് തുംകോ മിലേഗാ ഭി യാ നഹീം, ഈ കത്ത് നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. സുൻതാ ഹും വേ ആദ്മി ഭരോസേക്കെ കാബിൽ ഹെ, ഭരോസ വിശ്വാസം, കാബിൽ യോഗ്യൻ. सुनता हूँ वे आदमी भरोसे के काबिल है जिनके हाथ यह കത്ത് भेजा जाएगा, ഞാൻ ആരുടെ കൈകളിൽ കൂടിയാണോ ഈ കത്ത് കൊടുത്തയക്കാൻ പോകുന്നത് അവർ വിശ്വസിക്കാവുന്നവരാണ് എന്ന് തോന്നുന്നു. कितने ही शक्म मैंने ऐसे देखे हैं जो आखिर में दगाबाज और दूसरों के भेजे जासूस साबित हुए. शक्म എന്നാൽ വ്യക്തി, ആഖിർ അവസാനം, ദഗാബാജ് ചതിയൻ, ജാസൂസ് ചാരന്മാർ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ഞാൻ എത്രയോ വ്യക്തികളെ കണ്ടിരിക്കുന്നു, അവർ അവസാനം ചതിയന്മാരും മറ്റുള്ളവർ അയച്ച ചാരന്മാരും ആയിരുന്നു. ലേക്കിൻ ഇസ് ഖത്ത് മേ മേനെ ഐസാ ലിഖാ ഹി ക്യാ ഹെ ജിസ്കി മുझे ബിക്ർ ഹോ, എന്നാൽ ഈ കത്തിൽ എനിക്ക് ആശങ്കയുള്ള കാര്യത്തെക്കുറിച്ച് എന്താണ് എഴുതിയിട്ടുള്ളത്? ഏക് ബാപ് ने एक बेटी को खत ലിഖ്വായ എഴുതിപ്പിക്കുക. ഒരു പിതാവ് മകൾക്കുള്ള കത്ത് എഴുതിച്ചിരിക്കുന്നു. ന ഇസ്മേ അപ്നെ മുൽക്ക് കി കോയി ബാത്ത് ഹെ, മുൽക്ക് എന്ന് പറഞ്ഞാൽ സ്വദേശം, സ്വദേശത്തെ പറ്റി ഇതിൽ ഒന്നും പറയുന്നില്ല. ന ഗൈർ മുൽക്ക് ബി, വിദേശത്തെ പറ്റിയും ഒന്നും പറയുന്നില്ല. ഹമാരി ഖബ്ർ പരദേശ് മേ ബനേഗി തൈഹേ, ഞങ്ങളുടെ അന്ത്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ശവകുടീരം പരദേശത്ത് ആയിരിക്കും, വിദേശത്ത് ആയിരിക്കും. തൈഹേ അത് നിശ്ചിതമാണ്. ലേക്കിൻ അബി തോ ഹം ലക്കടി കി ഭീഗി ഹുയി ഖബ്ർ മേ ജിന്ദാ ഹി ദഫൻ ഹെ, ലക്കടി തടി കൊണ്ടുള്ള, ഭീഗി ഹുയി നനഞ്ഞ, ഖബ്ർ ശവകുടീരം, ജിന്ദ ജീവനോടെ, ദഫൻ മറവ് ചെയ്യുക. അതിൻ്റെ അർത്ഥം നോക്കൂ. ഇപ്പോൾ ഞങ്ങൾ തടി കൊണ്ടുള്ള ജീർണിച്ച ചോർന്നൊലിക്കുന്ന കബറിടത്തിൽ ജീവിച്ചിരിക്കെ തന്നെ മറവ് ചെയ്തതിന് തുല്യമാണ്. അതായത് അതുപോലെയാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. ജബ് മർ ജായേംഗെ തബ് ഭി ഖബ്ർ മേ ഹി ഹോംഗെ,
മരിച്ചാലും ഈ കബറിടത്തിൽ തന്നെ ആയിരിക്കും. ബസ് ബേട്ടി, ശരി മോളെ, ഖുദാ ഹാഫിസ്. ഖുദാ ഹാഫിസ് എന്ന് പറഞ്ഞാൽ മേ ഗോഡ് സേവ് യു, ഈശ്വരൻ നിന്നെ രക്ഷിക്കട്ടെ. തുമാരെ കൈദി ബാപ്നെ ലിഖ്വായ, നിന്റെ ബന്ധനസ്ഥനായ പിതാവ് എഴുതിച്ചത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.